പശ്ചിമേഷ്യൻ സംഘർഷത്തിന് തിരികൊളുത്തിയതും അണിയറയിൽ നിന്ന് ആസൂത്രണം ചെയ്ത് ചുക്കാൻ പിടിച്ചതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. എന്നാൽ യുദ്ധം മൂർച്ഛിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ട്രംപ് ആകട്ടെ നിക്കക്കള്ളി ഇല്ലാതെ തന്നെ ഓടുകയാണ് എന്നതാണ് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്. എന്നാൽ ഇറാൻ ആകട്ടെ രണ്ട് കൽപ്പിച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിയില്ല എന്നും അതോടൊപ്പം തന്നെ ഇറാന്റെ കയ്യിലെ തുറുപ്പ് ചീട്ടായ ഹോർമൂസ് കടലിടുക്ക് അവിടെ അടയ്ക്കുകയുമാണ് ചെയ്തത്. ഇതോടുകൂടി തന്നെ യുഎസിന് പിന്തുണയുള്ള രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുകയും കപ്പലുകൾ പോലും ആ രാജ്യത്തിന്റെ കപ്പലുകൾ പോലും അവിടെ ആ ഹോർമൂസ് കടലിടുക്ക് കടക്കാനുള്ള അനുമതി നൽകുക പോലും ചെയ്തില്ല എന്നതാണ് വാസ്തവം. ഇതോടുകൂടി തന്നെ ആകെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ആകെ ഇന്ത്യക്ക് മാത്രമാണ് ഹോർമൂസ് കടലിടുക്ക് വഴി തന്നെ പോകാനുള്ള പാത ഇറാൻ തുറന്നു നൽകിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ചർച്ചകൾ നടക്കുകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ തങ്ങളെ സഹായിക്കണം എന്ന ഒരു വലിയൊരു കാര്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളോടൊപ്പം തന്നെ അതുപോലെ ചൈനയോടും പോലും അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് തങ്ങളെ രക്ഷിക്കൂ, തങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, തങ്ങൾക്ക് സഹായം ആവശ്യമാണ് എന്ന് സഖ്യരാജ്യങ്ങളോടും ചൈനയോടും പോലും ഈ അമേരിക്ക ഇവിടെ അഭ്യർത്ഥിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം യുദ്ധത്തിനിടെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ ലോകമെമ്പാടുമുള്ള പെട്രോളിയം വിപണികളിൽ വലിയ ആശങ്കകളാണ് ഉയരുന്നത്. പാചകവാതത്തിനും പെട്രോളിനും വില അവിടെ കുത്തനെ കൂടുകയും ചെയ്തു. പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി തന്നെ യുഎസ്എക്കും ഇസ്രയേലിനും യുദ്ധത്തിൽ യുഎസ്എയെ സഹായിക്കുന്ന സഖ്യ രാഷ്ട്രങ്ങൾക്കും അവിടെ ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പുറത്തു കടക്കാൻ ഇറാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നത് യുഎസ്എ ആണ്. തിരിച്ചടിക്ക് മയമുണ്ടാകില്ല എന്നും അഭ്യൂഹങ്ങൾ പടർത്തിക്കൊണ്ട് യുദ്ധമുഖത്ത് നിന്നുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അസാന്നിധ്യം ആ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ യുദ്ധസമയത്തും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കും ശത്രുവായി തന്നെ ബന്ധമുള്ളവർക്കുമെതിരെ അന്തിമ വിധി നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തില്ല എന്നും മൃദു സമീപനം ഉണ്ടാകില്ല എന്നും ഘോരഘോരം വലിയ രീതിയിൽ ഇവിടെ പറഞ്ഞതായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎസ്എ അകപ്പെട്ട പ്രതിസന്ധി ഒരു ഭാഗത്ത് ഇന്ധന പ്രതിസന്ധി ഉയർത്തി ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമ്പോൾ തന്നെ ശത്രുക്കൾക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പോലും ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് അവിടെ പലകുറി പ്രഖ്യാപിച്ച ട്രംപ് ആകട്ടെ ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളോടും തങ്ങളുടെ പ്രഖ്യാപിത എതിരാളിയായ ചൈനയോട് പോലും സഹായം തേടിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. യുദ്ധത്തിൽ സാമ്പത്തികമായി പോലും യുഎസ്എക്ക് തിരിച്ചടി നേരിടുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ സഹായ അഭ്യർത്ഥനയും പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചത് 17ാം ദിവസമാകുമ്പോഴേക്കും യുഎസ്എ വലിയ പ്രതിസന്ധിയിലേക്കാണ് അകപ്പെട്ടിരിക്കുന്നതെന്നതാണ് വ്യക്തമാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുന്നതിന് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇതിന് പിന്നാലെ തന്നെ ഹോർമൂസ് സൈനികമായി തന്നെ പിടിച്ചെടുക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുക പോലും ചെയ്തിരുന്നു. പിന്നാലെ തന്നെ ഇറാന്റെ ഏറ്റവും എണ്ണ വിതരണ കേന്ദ്രമായ ഗാർക്ക് ദ്വീപിലേക്ക് സൈനിക ആക്രമണവും ട്രംപ് നടത്തിയിരുന്നു. എന്നാൽ അതിനിടെയാണ് ഇത്തരത്തിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളോടും ചൈനയോടും പോലും ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത്. ട്രംപിന്റെ അഭ്യർത്ഥനയോട് പ്രതികരിക്കവേ തന്നെ ഹോർമൂസ് കടലിടുക്ക് എങ്ങനെ തുറക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയ തലവനായ ഖാജ കല്ലാസ് ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ യൂറോപ്യൻ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുകയാണ് എന്നതും അതുപോലെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇവിടെ മറ്റൊരു രീതിയിൽ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.